ഗോൾഡൻ ഫുട് പ്രിന്റ്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൃശൂർ അതിരൂപതയുടെ ആതുര ശുശ്രൂഷാ രംഗത്തും സാമൂഹ്യ ശുശ്രൂഷാ രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. തൃശൂർ അതിരൂപതയുടെ വികാരി ജനറൽ എന്നുള്ള ശുശ്രൂഷയും സ്തുത്യർഹമായ വിധത്തിൽ അച്ഛൻ നിർവഹിച്ചത് സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ തലവനായും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എണ്ണമറ്റതാണ്. റേഡിയോ പ്രഭാഷണങ്ങൾ, പുസ്തകരചന, സാമൂഹിക ഇടപെടലുകൾ, അതെല്ലാം അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയുടെ വിവിധ മുഖങ്ങളാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു അച്ഛന് ഇതേപോലത്തെ അനുഭവങ്ങൾ കുറേ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമായിരിക്കും. ഞാൻ പിന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു കാര്യം, മെഡിക്കൽ കോളേജിൽ മുതൽ ഈ ബ്ലഡ് ഡൊണേഷൻ പ്രസ്ഥാനമാണ്. മെഡിക്കൽ കോളേജിൽ വരുന്നവരെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല. കാരണം അതൊന്നും അത്ര നമ്മുടെ സമൂഹത്തിൽ അത്ര ആ സമയത്ത് പറഞ്ഞാൽ അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി ഒരു റാഗിങ് കാലഘട്ടത്തിലാണ്. അവിടെ കൂടുതൽ രക്തം ആവശ്യമായ സമയത്ത് ഈ റാഗിങ് വീരന്മാരുണ്ടല്ലോ, അവർ വന്ന് നമ്മളെ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ റാഗിങ്ങിന്റെ ഒരു നല്ല വശം കണ്ടത്. ബാക്കിയെല്ലാം 99 മോശമായ വശമാണ്. അപ്പോൾ ഈ റാഗിങ് വീരൻ നമ്മൾ കൊണ്ടുപോയി നിർബന്ധിച്ച് ബ്ലഡ്, എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. അങ്ങനെ ആദ്യം ബ്ലഡ് കൊടുത്തപ്പോൾ ഞാൻ തലകറങ്ങി വീണു. പിന്നെ മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അതങ്ങനെ കൊടുക്കാൻ താല്പര്യം തോന്നി. പക്ഷെ അത് ഒരു വലിയ തോതിലേക്ക് എത്തിയത് ഒരു കാഴ്ച കണ്ടിട്ടാണ്. ഒരിക്കൽ ഞങ്ങൾ വൈകിട്ട് കൂട്ടുകാരൊക്കെ കൂടി ദേവഗിരി ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പോയ അവസരത്തിൽ കണ്ട ഒരു രംഗമാണ്. ഒരു സ്ത്രീ അവിടെ നിന്ന് ഭയങ്കരമായി പൊട്ടിക്കരയുന്നുണ്ട്. അത് അപ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിൽ അതിൻ്റെ ഒരു നൂലിലൊരു താലിമാലയൊന്നുമില്ല, നൂലിൽ താലി കിടക്കുക. അത് വലിച്ചു പൊട്ടിച്ച് 2 ആളുകളുടെ മേത്ത് ഇട്ടിട്ട് പോകുന്നുണ്ടത്. അപ്പോൾ താലിയൊക്കെ വലിച്ചു പൊട്ടിച്ച് പോകണമെങ്കിൽ ഒരു വലിയ സംഭവമായിരിക്കണം അവർക്ക്. അപ്പം ഞാൻ ആ സ്ത്രീയുടെ പിന്നാലെ പോയി വാർഡിൽ പോയപ്പോൾ അവർ രക്തവിൽപ്പനക്കാരുടെ പണം, രക്തം വാങ്ങി ഭർത്താവിന് വേണ്ടിയിട്ട്. അത് കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ വേറെ ഒന്നുമില്ല, അവർ കൽപ്പറ്റയിൽ നിന്ന് വന്നവരാണ്, വിദ്യാഭ്യാസമൊന്നും ഇല്ല. അങ്ങനെ ആകെ ഇവരുടെ ഇന്ന് 2 കുപ്പി രക്തം വാങ്ങേണ്ടി വന്നു. എൻ്റെ വീണ്ടും ആ കാശ് തരാൻ പറഞ്ഞൊരു വരികയാണ്. ഇവരുടെ ആണെങ്കിൽ ഒന്നുമില്ല. ഭർത്താവ് ഇത് മരം വെട്ടുകാരനാ മറ്റുമാണ് ഭർത്താവ്, ഒരു പതുമില്ല. അങ്ങനെ ആ വിഷമം കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ എന്താണ് ഇവിടുത്തെ ഈ കോളേജിലത്തെ ബ്ലഡിൻ്റെ സംവിധാനം, അതുവരെ ഞാൻ ഫസ്റ്റ് ഇയർ അല്ലേ ആയിട്ടുള്ളൂ. പോയി അന്നത്തെ ബ്ലഡ് ബാങ്ക് ഓഫീസറൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തളർന്നിരിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജ് മുഴുവൻ രക്തവിൽപ്പനക്കാരുടെ കൺട്രോളിലാണ്. അങ്ങനെ ഒരു അവസ്ഥ, അദ്ദേഹം നിസ്സഹായമായിട്ടിരിക്കുക. അവരാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ പറഞ്ഞ സാറ് നല്ല ഓപ്പൺ മൈൻഡോട്ട് നമ്മളെല്ലാവരും കൂടി പരിശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, സ്റ്റാഫിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അങ്ങനെ ഒരു ഫോറം രൂപീകരിക്കുകയാണ്. ഫോറം രൂപീകരിച്ച് ബ്ലഡ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളൊരു വന്നപ്പോഴും രക്തവിൽപ്പനക്കാരൊന്ന് തളർന്നു. പക്ഷേ അവരടങ്ങിയിരുന്നില്ല. വലിയ മാഫിയാണ്. അവരൊരു അവസരത്തിൽ എന്നെ കൊല്ലാനൊക്കെ വന്നിട്ടുണ്ട്. ഈ ടൗണിലേക്ക് പോയ അവസരത്തിൽ, എന്തോ പർച്ചേസ് ചെയ്യാൻ പോയ അവസരത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ട് ഇതിൻ്റെ നേതാവ് എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു. അത് തർക്കമൊക്കെ തുടങ്ങി. അവൻ്റെ അവസാനം കത്തിയെടുത്തപ്പോഴേക്കും അവിടെയും ദൈവം അനുഗ്രഹിച്ചു. കാരണം ഞങ്ങളുടെ കോളേജ് ബസ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്. അപ്പോൾ അവർ ഈ ബഹളം കണ്ടപ്പോൾ ബസ് നിർത്തി എന്നെ അതിൽ കയറ്റി കൊണ്ടുവന്നു. പിന്നെ അന്ന് നമ്മൾ സഹായിച്ചിട്ടൊരു സിവിൽ
പോലീസ് ഓഫീസറുണ്ട് ജേക്കബ് പുന്നോ സാറ്, DGP ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇതിനകത്ത് പിന്നെ വളരെയധികം കാര്യമായി പ്രവർത്തിച്ച് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എല്ലാ കോളേജുകളിലും ബ്ലഡ് ഡോണേഴ്സ് ഫോറം ആരംഭിച്ചു. 18 വയസ്സായ രക്തം കൊടുക്കണം എന്നുള്ള സന്ദേശം കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ അതെല്ലാം ബ്ലഡിന് ഇപ്പോൾ യാതൊരു ക്ഷാമമില്ല. രക്തവിൽപ്പനക്കാർ ഏതാണ്ട് അപ്രത്യക്ഷമായി. ഇല്ല. അപ്പം ഇവിടെ ഒരു വലിയൊരു ദൂത് ജനങ്ങൾക്കുണ്ട്. ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. അത് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു രംഗം കണ്ടത് മനസ്സിൽ പതിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ആക്ടിവിറ്റിയിലേക്ക് അത് മാറുകയാണ്. അവിടെ ഒന്നും പ്രവർത്തിക്കുന്നത് നമ്മളല്ല, ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. ക്രിസ്തു പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യം വേദപാഠ ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. അച്ഛന് ഇങ്ങനെ ഈ കാലൊക്കെ ഇങ്ങനെ മേലാതെയായപ്പം അച്ഛൻ എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? ഇത് പെട്ടെന്നാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാഴ വെട്ടിയിടുമ്പോൾ എങ്ങനെ വീഴും അതുപോലെയാണ് പെട്ടെന്നാണ് അത് ഉണ്ടായത്, അപ്രതീക്ഷിതമായിട്ട്. അങ്ങനെ ഇത് നോക്കി ആർക്കും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ ചില ബന്ധുക്കൾ അമേരിക്കയിലുള്ളവർ മേയോ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ റെക്കോർഡ്സൊക്കെ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു ഇതിന് ചികിത്സയില്ല. അതായത് ഡയബറ്റീസിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു ന്യൂറോപ്പതിയാണിത്, അതിന് ചികിത്സയില്ല. അപ്പോൾ വിറ്റാമിൻസും റെസ്റ്റും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇതില്ല. ഇത് ഓട്ടോഇമ്യൂൺ അല്ല, ഇത് നെർവിൻ്റെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അപ്പം അതിന് ചികിത്സയില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് ആണ്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ മരിക്കുന്നവരെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമില്ല. കാരണം നമ്മുടെ കർത്താവ് വലിയ ശക്തനാണ്. കർത്താവിന്റെ ശക്തി കൊണ്ട് അത്ഭുതമായിട്ടൊരു സന്തോഷം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കർത്താവിന് പദ്ധതി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നത്. ആദ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്. എൻ്റെ അസ്വസ്ഥത 2 ദിവസത്തിൽ കൂടുതൽ നിന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ടാണല്ലോ അത് ദൈവം തരുന്നതാണ് എന്ന്. എത്രയോ വിശുദ്ധർ ഇതിലും എത്രയോ കഷ്ടപ്പാട് സഹിച്ചവരുണ്ട്. നമ്മുടെ തന്നെ അൽഫോൻസമ്മയൊക്കെ എന്തുമാത്രം വേദന സഹിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞു, അച്ഛന് എഴുതാൻ നല്ല എളുപ്പമാണല്ലോ, അപ്പോൾ അതിൻ്റെ തോതൊന്ന് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ രോഗം വന്ന ശേഷം 12 പുസ്തകം ഞാൻ എഴുതി. അതാ പിതാവിൻ്റെ ഒരു ഉപദേശമാണ്. പെട്ടെന്ന് അതിനുശേഷം ഞാൻ പിന്നെ എഴുതി വെറുതെ. പിന്നെ ഒരുപാട് പേപ്പറുകളിലേക്കും മറ്റൊക്കെ പ്രതികരണങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ ആയിട്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ വ്യാകുലമാതാവിൻ്റെ പള്ളിയുടെ സെൻറ്റിനറി പ്രമാണിച്ചുള്ള ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എൻഗേജ്ഡായി കുറേ വെളിച്ചവും അതിലൂടെ കിട്ടി, പല അറിവുകളും കിട്ടി. ഇപ്പം ഈ ആൾക്കാർ ഈ അസുഖങ്ങൾ വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒത്തിരി അവസ്ഥകളുണ്ടല്ലോ അച്ഛാ, അവരോട് അച്ഛന് സാധ്യത വളരെ കൂടുതലാണ്. സഹിക്കാനാവാതെ ആകുമ്പോൾ മനുഷ്യരാണല്ലോ, ഇതെന്ത് എന്നൊരു കുറെ ചോദ്യങ്ങൾ മുമ്പിൽ വരും. അതിന് മുമ്പിൽ തളർന്നു പോയാൽ പോയി. അത് മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു വൊക്കേഷനിലേക്കും ഇല്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് പോയി. അല്ലെങ്കിൽ കുറേ വർഷം സമയമെടുത്ത് സമയം ആവശ്യമായതുകൊണ്ട് മാത്രം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ചും MBBS പോലുള്ള ഒരു ഉന്നത ഡിഗ്രിയൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷം വൈദികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് മാത്രമല്ല മറ്റുള്ളവർക്കും തോന്നാം, ദൈവത്തോടുള്ള ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാൾക്ക് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ കരുതി വെക്കുന്നത്. എപ്പോഴെങ്കിലും അച്ഛൻ പരാതി പറഞ്ഞിട്ടുണ്ടോ ഈശോയോട്?
ഇതിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതാണെന്ന സമ്മാനം. സ്വാഭാവികമായിട്ടും അത് പറയും. പക്ഷേ ആ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇത്രയും കാലം വഴിവെട്ടി നടത്തിയ ദൈവം ബാക്കി അവിടത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ എല്ലാ വിഷമങ്ങളും അവസാനിപ്പിച്ചു. അല്ല, ഞാൻ പറയുന്ന അപ്പനായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പനായതുകൊണ്ട് നമുക്ക് പരാതി പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അച്ഛൻ കൂടുതൽ പരാതി ഈശോയോട് പറയണം. അല്ലേ, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, നിരന്തരം ഈശോയോട് പറയുമ്പോൾ. കാരണം ഇത് എന്താ പറയുന്നത്, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛന് മാത്രമല്ല, ഇത്ര ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹത്തോടു കൂടി ഈശോയെ കൊണ്ടു നടക്കുന്ന അച്ഛന് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഈ ലോകത്തിന് തന്നെ ഒരു വലിയ സുവിശേഷം ഇതിൽ നിന്ന് ദൈവത്തിന് പറയാനുണ്ടാകും എന്ന് ഞങ്ങൾ ഈ സമയം ആത്മാർത്ഥമായിട്ട് തന്നെ കരുതുക. കുറെ പേർക്ക് ആശ്വാസം കിട്ടും. കാരണം സഹിക്കുന്നവർ വേറെയുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത ആളുകൾ പോലും സഹിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി. ദൈവം കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നു. അല്ലാതെ വേറെ യാതൊരു ഗ്യാരണ്ടിയും എൻ്റെ കയ്യിലില്ല. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും കൂടെ അച്ഛാ ഞങ്ങളോടൊന്ന് പറയാം. പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞത് പണ്ട് മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കർമ്മലീത്ത മഠത്തിൻ്റെ കപ്പേളയിൽ നിന്നാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഈ ക്ലോക്ക് കണ്ടോ, 15 മിനിറ്റിലടിക്കുന്ന ക്ലോക്ക്, അവിടെ അതുപോലൊരു ക്ലോക്ക് ഉണ്ട്. അത് ഞാൻ പിന്നീട് തേടിക്കൊണ്ട് വാങ്ങി വെച്ചിട്ട്, ഇങ്ങനെ ഓരോ 15 മിനിറ്റിൽ അടിക്കുന്നത് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിൻ്റെ സ്പെഷ്യൽ ഡിസൈനൊന്നുമല്ല. അതുകൊണ്ട് പഴയ പള്ളികളിൽ, ആശ്രമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്ലോക്കുകൾ ഉണ്ടാവും. നമ്മുടെ യാമപ്രാർത്ഥനകൾ അല്ലേ, യാമപ്രാർത്ഥനകൾ. പിന്നെ അല്ലെങ്കിൽ തന്നെ 15 മിനിറ്റ് കൂടുമ്പോൾ ദൈവത്തെ ഓർക്കാനായിട്ട് റിമൈൻഡർ, അതാണ് അതിനൊക്കെ വെസ്റ്റ്മിനിസ്റ്റർ ക്ലോക്ക്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വന്നത്. പ്രത്യേകിച്ച് മരിയഭക്തി അവിടുന്ന് കർമ്മലീത്തക്കാരെ ധാരാളം കിട്ടിയിട്ടുണ്ട്. പിന്നെ സെൻറ്റ് തോമസിൽ പോയപ്പോൾ തന്നെ നല്ല അധ്യാപകർ, മോൺസിഞ്ഞോർ തോമസ് മുത്തരിൻ്റെ പ്രിൻസിപ്പല്, അദ്ദേഹമൊക്കെ വലിയ ദിവ്യകാരുണ്യ ഭക്തനാണ്. പിന്നെ ബിഷപ്പ് ജെയിംസ് പഴാട്ടിൽ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അത് എന്തോ ഒരു സ്നേഹമായിരുന്നു. അവസാന നിമിഷം വരെ ഈ ആസ്പത്രിയിൽ വെച്ചാൽ പിതാവ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് ഓർമ്മയൊന്നുമില്ല, കയ്യിലും തടവിൽ തലോടി നോക്കിയ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് ഭയങ്കര സ്നേഹമായിരുന്നു പിതാവിന്. അങ്ങനെ കുറേ അച്ഛന്മാരുടെ പ്രോത്സാഹനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രായം കൊണ്ടുണ്ടെങ്കിലും കൊച്ചച്ഛൻ തന്നെയാണല്ലോ. അപ്പോൾ അവരെ നയിക്കാനും സഹായിക്കാനും ഒക്കെ ഒരുപാട് പേര്. നമ്മളെ ഈ തട്ടിൽ പിതാവ് എൻ്റെ ഇടവകക്കാരനാണ്, ബസിലിക്ക ഇടവകക്കാരനാണ്. തട്ടിൽ പിതാവ് ഈ രൂപതയിലേക്ക് വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം തട്ടിൽ പിതാവാണ്. ശരി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിതാവല്ലേ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പല പ്രാവശ്യം ഇവിടെ വന്നു. പിന്നെ ഇപ്പോൾ വിളിച്ച് വിശേഷം അറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ധൈര്യമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതുപോലെ പ്രായം കൊണ്ട് ഞങ്ങൾ വലിയ വ്യത്യാസമില്ല. അപ്പോൾ പിതാവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ശൃംഖലയിൽ സുരക്ഷിതമായ ദൈവം കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഒരു ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു, ഒരു മരിയ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഈ ദിവ്യകാരുണ്യ ഭക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മയുടെ മധ്യസ്ഥം വഴി ജീവിതത്തിൽ നമ്മൾ കണ്ടറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, തൊട്ടറിഞ്ഞ എന്നൊക്കെ പറയുന്ന രീതിയിൽ. തിരുഹൃദയ ഭക്തി പിന്നെ ദിവ്യകാരുണ്യ ഭക്തി രണ്ടും തിയോളജിക്കലായിട്ട് ഒന്ന് തന്നെയാണ്. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്ത്. അതല്ലെങ്കിൽ പ്രതിസന്ധികളിലൊക്കെ ഞാൻ വീണ് പോയേനെ. ഈ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തുമാത്രം ശത്രുക്കളുണ്ടായിരുന്നു അറിയാം, പൊതു ശത്രുക്കൾ. അതായത് നമ്മുടെ സമുദായത്തിലെ ഒരു മെഡിക്കൽ കോളേജ് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കൗൺസിലിൻ്റെ ചെയർമാൻ ഇവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നു. ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായി. അപ്പോൾ അവസാനം വരെ, ഞാൻ പോകുന്നത് വരെ അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൗൺസിലിൽ നിന്ന് അദ്ദേഹം പ്രായമായതുകൊണ്ട് ഇപ്പോഴും മൈ ഹോസ്പിറ്റൽ എന്നാ പറയാതെ ഒരു സംരക്ഷണവും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവ്യകാരുണ്യ ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഒരു അനന്തര ഫലമാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അതൊക്കെ. ഞങ്ങളിപ്പോൾ
ഈ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ ഇൻസ്പെക്ഷൻ മെഡിക്കൽ കോളേജിൽ. ഓരോ സ്റ്റോൺ എടുത്തു നോക്കുക എന്ന് പറഞ്ഞ മാതിരിയുള്ള പോലെ അത്രയും ഭയങ്കര ഇൻസ്പെക്ഷനാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനാണ് പ്രൊഫസർ പി.സി. തോമസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, സാറേ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കണം. അദ്ദേഹം ഒരു കരിസ്മാറ്റിക് മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു, 3 ദിവസം നിങ്ങൾ രാവും പകലും നിത്യാരാധന ചെയ്യുക. അത് ഞങ്ങൾ ചെയ്തു, രാത്രിയും പകലും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഇൻസ്പെക്ഷൻ നടന്നുപോയി. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം വളരെയധികമുണ്ട്. അമ്മയുടെ മധ്യസ്ഥം വഴി അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേന്ന് ഈ അൾത്താര ബാലനായിരിക്കുന്ന സമയത്ത് കന്യാസ്ത്രീകളെ പഠിപ്പിച്ചത്. അതിപ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ളതാണ്. അച്ഛാ, ഈ ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ എനിക്ക് എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അരമണിക്കൂർ കൂടുതൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവസ്നേഹത്തിൽ അച്ഛൻ അതൊക്കെ മറന്നു, അല്ലെങ്കിൽ ദൈവം അതിനെ കുറച്ചോ അല്ലെങ്കിൽ മറപ്പിച്ച് കളഞ്ഞോ എന്ന് അറിയാൻ മേല. എങ്കിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എന്താ പറയുന്നത്, പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വേദന വരുമ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛന് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? വേദന വരുമ്പോൾ ഫിസിക്കലായിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യും. അതായത് കുറച്ച് സമയം ഇരിക്കും, കുറച്ച് സമയം കിടക്കും, അങ്ങനെയൊക്കെ. നടക്കാൻ പറ്റില്ലല്ലോ. ഈ ചേഞ്ച് ഓഫ് പോസ്ചർ, അതാണ് ഫിസിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. പിന്നെ മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ കുറേ ഉള്ളത് കഴിക്കും, കാര്യമൊന്നുമില്ല, കഴിക്കാതെ മാത്രം. പിന്നെ കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് അപ്രത്യക്ഷമായിട്ട് പോകും ആ വേദന. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും ഇരുന്ന് തുടങ്ങുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഇപ്പൊ മെഡിക്കൽ സയൻസ് പറയുന്നത് ഇനി ഇതിന് പ്രതിവിധിയൊന്നുമില്ല, ചികിത്സയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്, നല്ല വേദനയുണ്ട് അല്ലേ, ഇപ്പം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത. നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഞാനിരുന്ന പള്ളികളിൽ ഓൾട്ടർ ബോയ്സ്, അവരൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നത്. അവിടെ അടുത്ത് ഉള്ളൊരു പള്ളിയിലായിരുന്നു ഞാൻ. അവിടുത്തെ നെഹ്റു നഗറിലെ കുട്ടികൾ എന്ത് ചെയ്യാനും അവര് സന്നദ്ധരായിട്ട് വരികയാണ്, എന്ത് കാര്യത്തിലും. അങ്ങനെ ഒരു സ്നേഹബന്ധം അവരായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വരാനായിട്ട് ഉദ്ദേശിച്ച കാര്യം ടീച്ചർ എന്തെങ്കിലും പറയാനായിട്ട്? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒത്തിരി പേര് ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി MBBS-ന് വേണ്ടി പഠിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഒത്തിരി പേരുടെയും ഡയറക്ഷൻസ് മാറി പോകുന്നുണ്ട്. അവരുടെ ആ ഒരു സേവനം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളതിനേക്കാളും സാമ്പത്തിക ലാഭവും അല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടും അങ്ങനെ സ്വാതന്ത്ര്യം കൂടുതൽ തേടിയൊക്കെ. അവരോട്, ആ കുഞ്ഞുമക്കളോട് അച്ഛന് പറയാനുള്ള ഒരു 2 വാചകം ഒന്ന് പറയാമോ? ഈ നമ്മൾ കേട്ടിട്ടുള്ളത് പണത്തിന്റെ മേൽ പരുന്തില്ല എന്നുള്ളതാണ്. അത് കുട്ടികളും അവരുടെ അധ്യാപകര് മാതൃക കണ്ടിട്ടോ, അല്ലെങ്കിൽ ധാരാളം ധനം സമ്പാദിക്കുന്നവരുടെ മാതൃക കണ്ടിട്ടോ അതാണ് ശരിയെന്നുള്ള നിലയ്ക്ക് അങ്ങ് ചെയ്യുകയാണ്. ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. പക്ഷെ അപൂർവം ചില ഡോക്ടർമാര് ക്രൈസ്തവരായിരിക്കണമെന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരൊക്കെയാണ് ശരിക്കും ക്രിസ്തുധർമ്മം നടപ്പിൽ വരുത്തുന്നത്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. 15 മിനിറ്റ് കൂടുമ്പോഴാണ് അടിക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്ക് കർത്താവിനെ ഓർക്കാനും അല്ലെ, കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലായിരിക്കാനും വേണ്ടിയിട്ട് മണിനാഥം മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈ സമയം ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം തുടരാം. ടീച്ചർ പറഞ്ഞ കാര്യം, ലഹരിക്ക് അടിമകൾ ഒത്തിരി ഡോക്ടേഴ്സ് അങ്ങനെയാണ് അല്ലെ, പഠിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ട കുഞ്ഞുങ്ങള് അങ്ങനെ ഒത്തിരി പേര് മാറി പോകുന്നുണ്ടല്ലോ ഇന്നത്തെ ഒരു കാലത്ത്. പക്ഷെ നമ്മുടെ ഗൈഡിങ്ങിന്റെ കുറവുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വേദപാഠ പഠനം അത് എന്റെ അഭിപ്രായത്തിൽ അത്ര ഫലപ്രദമാകുന്നില്ല. പുസ്തകങ്ങളിൽ നിന്നുള്ള മാത്രമുള്ള ഒരു അറിവ് നേടൽ മാത്രമായി പോകുന്നുണ്ട് പലപ്പോഴും. അത് അത്ര ഫലപ്രദമാകുന്നില്ല. അധ്യാപകർക്ക് മുഴുവൻ തിരക്കാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഞായറാഴ്ച കുർബാന എല്ലാം പോയപ്പം അതിനുശേഷം അവരുടെ വേദപാഠ അധ്യാപകരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര തർക്കം, അച്ഛനൊരു ഇടയിൽ അത് വിഷമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇൻക്രിമെന്റ് കുറഞ്ഞു എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട്
അല്ല, നമ്മുടെ വേദപാഠ അധ്യാപകർക്ക് അങ്ങനെ ഒരു ഇൻക്രിമെന്റ് ഇല്ലല്ലോ. ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ട് അത്രേ, അവിടെയുണ്ട്, ആ പള്ളിയിലുണ്ട്. അത് ഈ പ്രാവശ്യം അച്ഛൻ വന്നതിന് ശേഷം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വക എതിർസാക്ഷ്യങ്ങൾ. അതൊക്കെ കുട്ടികൾ അറിയില്ലേ? അല്ലെങ്കിൽ പിക്നിക്കിന് കൂടുതൽ സംഖ്യ അനുവദിക്കാൻ അതായിരിക്കും മിക്കവാറും. ഇൻക്രിമെന്റോ അല്ലെങ്കിൽ സാലറിയോ ഇല്ല, മറിച്ച് ഈ പറയുന്ന പോലെ ടൂറിന്റെ ഉണ്ടോ അവിടെ ആ പള്ളിയിലും ഉണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ, പണം മനുഷ്യനെ പിടിച്ചാൽ പിന്നെ മോചനം ബുദ്ധിമുട്ടാണ്. അത് അച്ഛന്മാരടക്കം ആരെ പിടിച്ചാലും മോചനം ബുദ്ധിമുട്ടാണ്. അച്ഛനെ ഈ രോഗാവസ്ഥയിലും ഈ കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഈ കുഞ്ഞുങ്ങളെ അച്ഛൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ ചെറുപ്പം മുതലേ അച്ഛനാവൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടീച്ചറുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടീച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഓൾട്ടർ വോയിസിൽ പ്രത്യേകിച്ച് കിട്ടാവുന്ന കുട്ടികളെ പഠിപ്പിക്കുകയും എക്സ്ട്രാ ടൈമിൽ അവരെ ഒരുക്കുകയൊക്കെ ചെയ്ത് പരീക്ഷയ്ക്ക്. ഇപ്പോൾ എൻ്റെ 2 പിള്ളേർ IAS എക്സാമിനേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിൽ 6 പിള്ളേർ ഇവിടുന്ന് IAS എടുത്തു, MBBS കഴിഞ്ഞിട്ട്. ഗ്രേറ്റ്. ഒരു വൈദികനില് വൈദ്യനും വാദ്യാരും ഉണ്ടെന്ന് വാദ്യാരുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യങ്ങൾ, അച്ഛൻ ഇനി എന്തെങ്കിലും ഈ പ്രേക്ഷകരോട് ഇടവകയിലായിരുന്നപ്പോഴുള്ള ദൈവാനുഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ഇടവകകളിൽ നിന്ന് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വളരെ ഒരു സ്നേഹസമൂഹമൊക്കെ. പിന്നെ ഒന്നാമത് ആരെയും വലുതാക്കുക ചെറുതാക്കുകയൊന്നും ചെയ്യുന്നില്ല. അവര് ആകുന്ന കണ്ടീഷനിൽ അവരെ ചെയ്യുന്നു. പിന്നെ പറ്റാവുന്ന സഹായം കൊടുക്കും. അത് എല്ലാം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. എന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള വലിയ പണക്കാരൊക്കെ ഉണ്ട്. അവരെ കൊണ്ടൊക്കെ ധാരാളം സഹായം, ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം ഓരോ ഇടവകളിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അനുകമ്പയുള്ള ഒരു ഹൃദയം. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകളോട് അച്ഛന് അനുകമ്പ കൂടുതലുണ്ട് അല്ലെ? പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോ അറിയാം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ. സ്ത്രീകളുടെ വേദനകൾ, ആരോടും പറയാത്ത വേദനകൾ. ഉപസാര കൂട് സംസാരിച്ചാൽ എന്നുള്ള ഒരു പുസ്തകം എഴുതിയാൽ നമുക്കത് എഴുതാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എഴുതിയാൽ അവരുടെ വേദനകൾ, അവരുടെ കണ്ണീർത്തുള്ളികൾ, അവരുടെ ഭർത്താക്കന്മാർക്ക് പോക്ക് അറിഞ്ഞുകൂടാ അവരുടെ വേദന. ഒരു ദിവസം ഒരു സ്ത്രീ വീടിനകത്ത് നടക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാകും? അടുക്കളയിൽ മാത്രം നടന്നു നോക്കിയാൽ വീട്ടിൽ മാത്രം എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാകും? അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന സേവനം പ്രത്യേകിച്ച് മക്കള് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ നന്ദികേട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ TV നോക്കിയാൽ മുഴുവൻ അച്ഛനമ്മയും വെട്ടിക്കൊള്ളലാണ്. മക്കള് മാത്രമല്ല ഭർത്താക്കന്മാര് മനസ്സിലാക്കണം എന്നുള്ള ഒരു പക്ഷം ഭർത്താക്കന്മാര് മനസ്സിലാക്കണം. അതുമാത്രം കഷ്ടപ്പാട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയ. അച്ഛന്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയും വല്യമ്മയും ഒക്കെ അതൊന്നും മാനിക്കപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ ഒരു ഹൃദയവേദന ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളത് തീർച്ചയായിട്ടും അത് കർത്താവ് കാണും. അവരുടെ അലച്ചിലുകൾക്ക് തീർച്ചയായിട്ടും ഒരു ആനന്ദം ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛാ, നമ്മൾ അവസാനിപ്പിക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം വളരെ എന്താ പറയുക വർണ്ണഭംഗിയുള്ളതാണ്. ഇത് വർണ്ണഭംഗി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവിടെ ഇല്ലാത്ത ചില പ്രത്യേക സജ്ജീകരണങ്ങൾ ഈ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില റൈൽസ് അല്ലേ? അപ്പൊ അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനിനി കാലിന് ശക്തി വെച്ച് നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പായിപ്പോ. എൻ്റെ ഒരു കൂട്ടുകാരൻ വാങ്ങി തന്നതാണ് ഈ കട്ടില്. അത് ഹൈലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കട്ടിലാണ്, വളരെ കോസ്റ്റ്ലിയാണ്. അതായത് തന്നെ ഒരുതരം മോട്ടോറൈസ്ഡ് ആയിട്ടുള്ള ഇതുണ്ട്, വീൽ ചെയർ. പക്ഷെ അതിലൊക്കെ കയറാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ കിടക്കുന്നുണ്ട് 3 ലക്ഷം മറ്റോ ഉണ്ട്. അതിനൊക്കെ ഓരോ ഫ്രണ്ട്സ് തരുന്നതാണ്. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഇരുമ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പിടിപ്പിച്ചതാണ്. കാരണം നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പിടിച്ച് എഴുന്നേൽക്കാനും പിന്നെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഒരു പിടി, അല്ലെങ്കിൽ അത്ര ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടേ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തതാണ് ഒരാശ്വാസത്തിന് വേണ്ടി, എഴുന്നേൽക്കാനും മറ്റുമൊക്കെ. അല്ലെങ്കിൽ തന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല കട്ടിൽ നിന്ന്.
ഈ കസേരയിൽ നിന്ന് കട്ടിലേക്ക് മാറണമെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ, കുട്ടികൾ എത്ര പേര് പിടിച്ചിട്ടാണ് അങ്ങോട്ട് മാറുന്നത്, കാല് വിറയ്ക്കുകയാണ്, ശക്തിയില്ല, വെയിറ്റ് ബെയർ ചെയ്യാനായിട്ടുള്ള ശക്തിയില്ല. അങ്ങനെയുള്ളൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇരുന്നിട്ട് കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കാട്ടിലും വളരെ മോശമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലുള്ള വൈദികരുണ്ട്. ഓർമ്മയില്ല, പിന്നെ വേറെ മാനസികമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള അവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ അർപ്പിക്കുന്ന ഓരോ കുർബാനയിലും നാം അർപ്പിക്കുന്ന ഈ ബലി എന്നാണ് പറയുന്നത്. സ്വീകാര്യമാകട്ടെ, കർത്താവിന് സ്വീകാര്യമാകട്ടെ എന്ന് പറയും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്നാണ് ജീവിത ബലി സമർപ്പിക്കുന്നത്. അത് കർത്താവ് സ്വീകരിക്കാതിരിക്കില്ല. അച്ഛാ, ഈ സമയത്ത് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സ്നേഹാനുഭവമാണ് അച്ഛൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പകർന്നു കിട്ടുന്നത്. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ അച്ഛൻ പങ്കുവെച്ചു. ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ആ റൂമിൽ പൂരത്തെക്കുറിച്ച് എനിക്കൊന്ന് മാതൃഭൂമി സപ്ലിമെൻറ്റിൽ എഴുതിയൊരു വാചകം ശ്രദ്ധിച്ചിരുന്നു. അത് തിരുമധുരത്തിൻ്റെ സുഗന്ധം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സൺഡേ സപ്ലിമെൻ്റ്. അത് അച്ഛൻ്റെ ഒരു ലേഖനമാണ്. അല്ല, അത് തീർച്ചയായിട്ടും അച്ഛൻ വിനിമയം ചെയ്യുന്ന ക്രിസ്തുവിന്റെ യഥാർത്ഥ അല്ലേ മനുഷ്യ സ്നേഹം. തീർച്ചയായിട്ടും. അപ്പം അതും ഞങ്ങളുടെ മനസ്സുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. സൗഹാർദ്ദം തന്നെ ലിഹന്മാരും ഈശോയിൽ നിന്നുണ്ടായിരുന്ന ആ സ്നേഹമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ ഇനി അടിമകളെന്ന് വിളിക്കില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നത്. അതുപോലെയുള്ള ആ സ്നേഹത്തിൽ നമ്മൾ സഭ വളരുകയാണെങ്കിൽ ഒരു ഭയപ്പാടിനും നമുക്ക് സ്ഥാനമില്ല. അച്ഛാ, വീണ്ടും ഒരു മണിനാഥം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റ് ഒരിടത്തും കാണാത്ത ഒരു സവിശേഷതയാണ്. ഓരോ 15 മിനിറ്റ് ഇടവിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിനാഥം. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനത്തെ ഒരു ക്ലോക്ക് മേടിച്ച് വെക്കണം അച്ഛാ. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് പ്രാർത്ഥിച്ച് തന്നെ അവസാനിപ്പിക്കാം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നല്ലോ അത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വിശ്വസ്ത അനുഗ്രഹങ്ങളും സഭയോടും എല്ലാ കുടുംബങ്ങളോടും ഈ സംപ്രേഷണം നടത്തുന്ന ശാലോം ടിവിയിലെ എല്ലാ അംഗങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ഒരു സമ്മാനമാണ് ഞങ്ങൾ ക്രിസ്തുവിനായ ക്രിസ്തുവിന്റെ വളരെ മനോഹരമല്ലേ ഓർമ്മപ്പെടുത്തല്. അതെ അതെ അതെ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. സഹനം വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്തദാനത്തിൻ്റെ സവിശേഷത കേരള ജനതയ്ക്ക് പ്രത്യേകമായി പകർന്നേകിയ ബിഷഗ്വരനാണ് ആദരണീയനായ ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ. തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട് എല്ലാവരും കഴുകി വിശുദ്ധീകരിക്കപ്പെടണം, ആശ്വസിപ്പിക്കപ്പെടണം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ മനുഷ്യനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടാനായത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി നിങ്ങളെപ്പോലെ ഞാനും കരുതുന്നു. നന്ദി.